കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെരുമ്പാവൂര് ഈ വാത്സല്യ ഭവനത്തിൽ വന്ന് കർത്താവിൻ്റെ ദാസനോടും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവവചനം ധ്യാനിപ്പാനും ദൈവസന്നിധിയിലായിരിക്കാനും കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകലിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ നമുക്കുമായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. നമുക്കറിയാം, ഈ ലോകത്ത് ഒരു സെക്കൻഡിൽ 6 പേർ മരിച്ചു വീഴുന്നു എന്നാണ് ഔദ്യോഗിക കണക്ക്. ഒരു സെക്കൻഡിൽ. അത് 3-4 വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ്. ഇപ്പോൾ അത് 8, 10, 12 ഒക്കെ ആയി എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു സെക്കൻഡിൽ കുറഞ്ഞത് 10 പേര് വെച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അതിൽ നമ്മളൊന്നാകാമായിരുന്നു. കർത്താവ് നമ്മെ വിടുവിച്ചു. കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നു. അനേകർക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ഈ ലോകത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ, ഈ ലോകത്തിൽ അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ, ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യം വളരെ വലുതാണ്. അതിനെ നിസ്സാരമായിട്ട് ആരും കാണരുത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ്. എനിക്ക് 66 വയസ്സ്, 67ലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. നവംബർ ഏകദേശം 12-ാം തീയതിയൊക്കെ ആകുമ്പോൾ 67ലേക്ക് ഞാൻ പ്രവേശിക്കും. 66 തീർന്ന് 67ലേക്ക് പ്രവേശിക്കും. എൻ്റെ ഇത്രയും നാള് കർത്താവ് എന്നെ നടത്തി. രോഗങ്ങൾ വരാഞ്ഞിട്ടല്ല, കഷ്ടങ്ങൾ വരാഞ്ഞിട്ടല്ല, അപകടങ്ങൾ അനർത്ഥങ്ങൾ വരാഞ്ഞിട്ടല്ല. ഇതെല്ലാം കർത്താവ് വിടുവിച്ച് 2024 ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകേണ്ടവനായിരുന്നു. ഞാനത് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പിന്നെയും ഉദ്ധരിക്കുന്നില്ല. ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. അപ്പോൾ വിടുവിക്കുന്നത്, രക്ഷിക്കുന്നത് ദൈവമാണ് എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പിടി മണ്ണിന് വളമായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ചാരമായിട്ട്, ഈ പാർസികളുടെ അടക്കിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ കഴുകന്മാര് കൊത്തിയെടുത്തുകൊണ്ട് പോകത്തക്ക നിലയിലാണ് ശവത്തെ കൊണ്ട് വെച്ചിട്ട് പോയത്. അങ്ങനെയൊക്കെ മനുഷ്യൻ എരിഞ്ഞടങ്ങുന്നത്. മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിക്കും. മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ. 1000 സൃഷ്ടികൾ, ദൈവത്തിന്റെ സൃഷ്ടികൾ, ജീവികൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും മനുഷ്യനെപ്പോലൊരു സൃഷ്ടി ലോകത്ത് വേറെയില്ല എന്നാണ് ശാസ്ത്രം തന്നെ വിലയിരുത്തുന്നത്. ദാവീദ് പറയുന്നുണ്ട്, എത്ര അത്ഭുതകരവും അതിശയകരവുമായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും അത്ഭുതകരമായ ഒരു ജീവി മനുഷ്യൻ ആണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനാണ്. തിരിച്ചൊന്നുകൂടി പറയാൻ താല്പര്യപ്പെടുന്നു. ആ മനുഷ്യൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഹീന ജീവിയായി, ദുഷ്ടജന്തുജീവിയായി മാറിയിരിക്കുക. പരസ്പരം കടിച്ചു കീറുന്ന, പരസ്പരം കൊലവിളി നടത്തുന്ന, നമുക്കറിയാം രാഷ്ട്രീയത്തിലേക്ക് അവർ വിളിക്കുന്ന മുദ്രാവാക്യം, ചില മതത്തിന്റെ പ്രചാരകന്മാർ വിളിക്കുന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കടിച്ചു കീറുവാൻ, കൊല്ലുവാൻ, രക്തദാഹികളായി മനുഷ്യൻ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് അന്ത്യകാലമാണ്. സ്തോത്രം. ഈ അന്ത്യകാലത്തെക്കുറിച്ച് ഞാൻ എൻ്റെ വാക്ക് പറയാതെ തിമോഥെയോസിന്റെ ലേഖനം 2 തിമോഥെയോസ് 3:1 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് വായിച്ചാൽ അന്ത്യകാലം എന്താണെന്ന് വചനം പറയുന്നത് സ്തോത്രം നമുക്ക് പഠിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും, വമ്പ് പറയുന്നവരും, അഹങ്കാരികളും, ദൂഷകന്മാരും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, നന്ദി കെട്ടവരും, അശുദ്ധരും, വാത്സല്യം ഇല്ലാത്തവരും, ഇടങ്ങാത്തവരും, ഏഷണിക്കാരും, അതിരേന്ദ്രന്മാരും, ഉഗ്രന്മാരും, സൽഗുണദോഷികളും, ദ്രോഹികളും, ധാർഷ്ട്യക്കാരും, നിഗളികളുമായി, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അവസാനമായിട്ട് പറയുന്ന ചിലരെ എന്താ? ഉഗ്രന്മാര്, സൽഗുണദോഷികള്, ദ്രോഹികൾ, ധാർഷ്ട്യക്കാർ, നിഗളികൾ. അല്ലെ, ഉഗ്രന്മാര്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരെ. ഈ ലോകത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെയാകുമെന്ന് പൗലോസ് ആത്മാവിൽ എഴുതിയ ഭാഗമാണത്. അങ്ങനെ ഒരു കാലമായി മാറി.
ഇതിൻ്റെ നടുവിലാണ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവൈതലായി ദൈവമക്കളായി കർത്താവിനെ സേവിക്കുവാനും കർത്താവിൻ്റെ വചനങ്ങൾ ധ്യാനിക്കുവാനും പഠിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനൊക്കെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. റോമാലേഖനം 1:18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കേണ്ട, എടുത്ത് നിങ്ങൾ വായിച്ചു കൊള്ളുക. മനുഷ്യന്റെ തകർച്ച അവിടെയാ കാണുന്നത്. അശുദ്ധനായി തീർന്ന മനുഷ്യൻ, ദൈവത്തെ ആരാധിക്കേണ്ട മനുഷ്യൻ ആരെ ആരാധിച്ചു പറഞ്ഞ്? മൃഗം, പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയെ ആരാധിക്കാൻ തുടങ്ങി. റോമാലേഖനം 1 അത് വ്യക്തമായി കിടപ്പുണ്ട്. നിങ്ങളൊക്കെ വായിച്ച് പഠിച്ച് അതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കണം. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി ദൈവത്തെ മാറ്റി. അതോടെ മനുഷ്യൻ തീർന്നു. അമേരിക്കക്കാരനാവട്ടെ, ലണ്ടൻകാരനാവട്ടെ, സ്വിറ്റ്സർലൻഡുകാരനാവട്ടെ, ഏത് രാജ്യക്കാരനും ഏത് ഗോത്രക്കാരനും ഏത് ഭാഷക്കാരനും ഏത് വംശക്കാരനും ആകട്ടെ, ദൈവത്തെ വിട്ടുപോയപ്പോൾ അവൻ മൃഗസമാനമായ ഒരു ജന്തുവായി അധപ്പതിച്ചു. ആണും പെണ്ണുമില്ലാത്ത, ആ വേർതിരിവില്ലാത്ത നിലയിൽ ഇടപെടുന്ന ഒരവസ്ഥ. ഏത് ഹീനപ്രവൃത്തി ചെയ്യാനും മടിക്കാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു. നമ്മൾ പറയും ഹൈടെക് യുഗമാണ്, ഇത് വലിയ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളുടെ യുഗമാണ്, ഇത് കമ്പ്യൂട്ടർ യുഗമാണ്. കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. കാര്യമൊക്കെ ശരിയാണ്. ഒരു ഇംഗ്ലീഷ് തത്വചിന്തകൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, അദ്ദേഹം വളരെ കറക്റ്റായിട്ട് പറഞ്ഞത്, മെൻ വാസ് എ എഡ്യൂക്കേറ്റഡ് ആനിമൽ. മനുഷ്യൻ വിവേകമുള്ളൊരു മൃഗം. കറക്റ്റാണത്. ഇന്നേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് ഈ അക്രമങ്ങളും അനീതിയൊക്കെ കാണാൻ കഴിയത്തില്ല. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ നമ്മളത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള വലിയ കൊലപാതകങ്ങളും വെട്ടും കുത്തും ഇതൊന്നും അധികം ഉണ്ട്, ഒറ്റപ്പെട്ട സംഭവം. ഇന്ന് എവിടെ തിരിഞ്ഞാലും അത് തന്നെയുള്ളൂ. ലോകം നാശത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. എനിക്ക് കിട്ടിയ വചനവെളിപ്പാടനുസരിച്ച് ഞാൻ പറഞ്ഞാൽ, 36 മനുഷ്യൻ വഷളായപ്പോൾ ദൈവം മനുഷ്യനെ ന്യായം വിധിക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ ജലപ്രളയം വരുത്തി ആ ലോകത്തിലെ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരെ മുഴുവൻ എന്ത് ചെയ്തു? മൃഗങ്ങളെയും മനുഷ്യരെയും ദൈവം ന്യായവിധിയുടെ ജലപ്രളയത്താൽ മുക്കി നശിപ്പിച്ചു. ഒരു മനുഷ്യനെ ദൈവം കണ്ടു നീതിമാനായിട്ട്. ആരാണ്? നോഹ. നോഹയെ ദൈവം നീതിമാനായിട്ട് കണ്ടു. നോഹയും നോഹയുടെ മക്കളെയും അവരെയൊക്കെ ദൈവം രക്ഷിച്ചു. ഒരു പെട്ടകമുണ്ടാക്കി അതിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ചു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ പെട്ടകം എന്നുള്ളത് യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ വിശ്വസിച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച്, കർത്താവിൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ നോഹയുടെ കാലഘട്ടത്തെ പെട്ടകത്തിൽ ജനം വിടുവിക്കപ്പെട്ടതുപോലെ നമ്മളും രക്ഷപ്പെടാനിടയായിരിക്കും. ബാക്കി എല്ലാവരും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ജലപ്രളയത്തിൽ മുങ്ങി നശിക്കാനിടയായി. ഇനി ദൈവം വരുത്താൻ പോകുന്ന ഒരു പ്രളയം ജലപ്രളയമല്ല, അഗ്നിപ്രളയം. പത്രോസിന്റെ ലേഖനം അതിൻ്റെ 2 പത്രോസ് 3-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ ഭൂമിയെ എന്ത് ചെയ്തു? തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ എക്കാലത്തും നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു സന്ദേശം, ദൈവവചനം വ്യവസ്ഥ വിട്ട് വഷളത്വത്തിലേക്ക് പോകുന്ന മനുഷ്യനെ ദൈവന്യായം വിധിക്കും. നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ടു പോകുന്ന മനുഷ്യനെ, അവൻ ഏത് ഗോത്രക്കാരനാണെങ്കിലും ഭാഷക്കാരനാണെങ്കിലും രാജ്യക്കാരനാണെങ്കിലും ഏത് മഹാനാണെങ്കിലും ദൈവം അവനെ ന്യായം വിധിക്കും. യാതൊരു സംശയവും. ഞാൻ വേദപുസ്തകത്തിൽ പഠിച്ചെടുത്ത സത്യമായി പറയുന്നു. അതുകൊണ്ട് മനുഷ്യന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിപ്പാൻ ഏതൊരു മനുഷ്യനും സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുക. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച്, കോമൺ സാൽവേഷൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാം. നമ്മൾ തെരുവോരങ്ങളിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നില്ലേ? യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പ്രസംഗിക്കുന്നു. പ്രസംഗിച്ച് രക്ഷിക്കപ്പെട്ട് വരുന്നവരെ അത് രക്ഷയുടെ 1-ാം പടി. നന്നായിട്ട് പഠിക്കണോ? രക്ഷയുടെ 2-ാം പടി
വിശ്വസിച്ച് വരുന്നവനെ ദൈവസഭയിൽ കൊണ്ടുവന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനത്തിലേക്ക് നടത്തി, അവനെ അഭിഷേകത്തിലേക്ക് നടത്തി, അവനെ വിശുദ്ധ വേർപാടിൻ്റെ ഉപദേശം പഠിപ്പിച്ച് അവനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളത്, ആ അപ്പോസ്തലിക ഉപദേശം പഠിപ്പിച്ചവനെ ഒരുക്കുക എന്നുള്ള രക്ഷയുടെ രണ്ടാമത്തെ പടി. ഒന്നാമത്തെ പടി ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണ്. ഒന്നാമത്തെ പടിയിൽ കൂടി രക്ഷിക്കപ്പെട്ട് വന്ന് കിടക്കുന്ന ജനകോടികളാണ് ഇന്ന് ഭൂമിയിൽ കിടക്കുന്നത്. ഇവർക്ക് എന്താ പ്രത്യാശയുണ്ട്? എന്നാ വിശ്വാസമുണ്ട്? ഇവർ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പോകാനുള്ള വിശ്വാസമുണ്ടോ? പ്രത്യാശയുണ്ടോ? ഇല്ല. 100 പേരിൽ ഒരാളെ എടുത്ത് പഠിച്ചാൽ, ഒരാളെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി പ്രത്യാശ വിശ്വാസം, ബാക്കി 99.25 പോക്കാം. ഇത് വെറുതെ പറയുകയല്ല, സെർച്ച് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം: നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാംശം പ്രാപിച്ചു, വിശുദ്ധിയിലും വേർപാടിലൊക്കെ ജീവിക്കുന്നു, നല്ല കാര്യം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യത പ്രാപിക്കാൻ ദൈവവചനത്തിൻ്റെ ഉപദേശ സത്യങ്ങൾ, ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിച്ച് ജീവിച്ച് പ്രത്യാശാനിർഭരമായ ഒരു ക്രിസ്തു ജീവിതം നയിച്ചാൽ മാത്രമേ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ എടുക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ അതിനു മുമ്പ് മരിച്ചുപോയാൽ സ്തോത്രം നമുക്ക് ഉയർപ്പ് കിട്ടത്തുള്ളൂ. ഞാനിത് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞ് സ്തോത്രം കാര്യങ്ങളെ നിങ്ങൾ ഗ്രഹിപ്പിക്കാൻ ശ്രമിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പെരുമ്പാവൂരിലെ മീറ്റിങ്ങിൽ കർത്താവ് തന്ന വചനം ഇതാണ്: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തം. അതിൻ്റെ 3-4 എപ്പിസോഡ് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചു. അത് വാട്സപ്പിൽ കിടപ്പുണ്ട്. അതിൻ്റെ മെസ്സേജുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ അത് മെസ്സേജൊക്കെ എടുത്ത് കേൾക്കുക. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ മനസ്സ് വെച്ച് അതൊക്കെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ആത്മീക അനുഗ്രഹം എന്താണെന്ന് ഇന്ന് വളരെയധികം പ്രസംഗിക്കപ്പെടാത്തൊരു സബ്ജക്റ്റാണ്. എന്താണ് സ്പിരിച്വൽ ബ്ലെസ്സിങ്? വാരിക്കോരി തരുന്ന ദൈവം, കാര് തരുന്ന, വീട് തരുന്ന, പിന്നെ എന്ത് വേണ്ട, വിസ തരുന്ന, ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങളെ പ്രവചിച്ച് അത് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം തലയറഞ്ഞ് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വലിയ ശുശ്രൂഷ വൃന്ദം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അപ്പോസ്തലന്മാർ അങ്ങനെയല്ല ചെയ്തത്. അവർ പുറമേയുള്ള മനുഷ്യൻ, 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിൽ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അകത്തെ മനുഷ്യന്റെ വളർച്ചയും അകത്തെ മനുഷ്യന്റെ ആത്മീക അനുഭവങ്ങളുമാണ് അപ്പോസ്തലന്മാർ ഉന്നം വെച്ചത്. ഇന്നത്തെ അപ്പോസ്തലന്മാർ അതെല്ലാം തലതിരിച്ചു കളഞ്ഞു കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ദൈവവചനം പഠിക്കാനും. വല്ലവരുമൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ട് അതിൽ നിന്ന് ദൂതുകളെ എടുക്കാൻ വളരെ ശ്രദ്ധിച്ചോ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരും പഠിപ്പിച്ചത് മുഴുവൻ സ്വർഗരാജ്യം, ദൈവരാജ്യം, നിത്യത പ്രാപിക്കാനുള്ള ഉപദേശങ്ങളെ. ഇന്നത്തെ അപ്പോസ്തലന്മാരും ഇന്നത്തെ പല പ്രിയപ്പെട്ടവരും പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ എങ്ങനെ പ്രാപിച്ചെടുക്കാം. എന്നാൽ അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. ആദിയിൽ അവൻ്റെ രാജ്യം നീതി അന്വേഷിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആവശ്യമുള്ളത് കർത്താവ് തന്നോളും. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. ആ പറവജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. ആദിയിൽ അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കേ, അതോടെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നൽകിത്തരുമെന്ന് കർത്താവ് പറയാം. അത് വിശ്വസിക്കാൻ കഴിയാത്ത വലിയൊരു സമൂഹമായി ഇന്നത്തെ ക്രൈസ്തവ ഗോളം അധപ്പതിച്ചു പോയി എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം നമ്മൾ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അത് വായിച്ചിട്ട് നമ്മൾ അതിൻ്റെ 5-ാം വാക്യത്തിൽ കൊണ്ട് നിർത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. 5-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവനിൽ 5-ാം വാക്യം വായിച്ചാട്ട്. എഫേസ്യർ 1:5. അല്ലല്ല 5-ാം വാക്യം. അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. അവനിൽ തെരഞ്ഞെടുത്തു എന്നുള്ളത് വായിച്ചില്ല. അത് 5-ന്റെ 1 ആദ്യാരം പോലെ. അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിലൂടെ നമ്മെ തിരഞ്ഞെടുത്തു. അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ മെസ്സേജിൽ അതൊക്കെ പറഞ്ഞു പോയ വിഷയം. ഇനി ഇവിടെ പറയുന്നത് നമ്മെ ദത്തെടുത്തു, അഡാപ്റ്റ് ചെയ്തു, ദത്തെടുക്കുക.
എന്താണ് ഈ ദത്തെടുക്കൽ? യേശുക്രിസ്തുവിലൂടെ നമ്മളെ ദത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇത് ആത്മീയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതാ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, ദൈവം നമ്മെ ദത്തെടുത്തു, ദൈവം നമ്മെ വീണ്ടെടുത്തു, ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചു. ഇതാണ് ആത്മീയ അനുഗ്രഹം. ഹല്ലേലൂയ. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യാതൊരു നന്മയില്ലാതെ വഴിയോരത്ത് കിടക്കുന്ന ഒരു അമ്മയും കുഞ്ഞുങ്ങളും. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു പാസ്റ്റർ പറഞ്ഞ കഥ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരു അമ്മയും കുഞ്ഞും 2 കുഞ്ഞുങ്ങളും സ്തോത്രം വഴിയോരത്ത് കിടക്കുക. ഒരു സായിപ്പൻ മദാമ ഇങ്ങനെ വന്നപ്പോൾ ഈ അമ്മയും കുഞ്ഞിനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവരുടെയൊക്കെ വന്ന് അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. നല്ല 2 പെൺകുട്ടികളാണ് കണ്ടത്. അപ്പോൾ ആ സായിപ്പ് ഇങ്ങനെ ചോദിച്ചു, അവിടെ അടുത്തുള്ളവരോടൊക്കെ ചോദിച്ചു, ഇതുവരെന്താ? അമ്മ മാനസിക രോഗിയാണ്, പക്ഷെ ആ കുഞ്ഞുങ്ങളെ കൈവിടാൻ അവർക്ക് പറ്റത്തില്ല. മാനസിക രോഗിയെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചോദിച്ചറിഞ്ഞപ്പോൾ ഈ സായിപ്പിനും മദാമയ്ക്ക് മനസ്സിലായി, അമ്മ ഒരു മെൻ്റൽ പേഷ്യൻ്റാണ്, ഈ കുഞ്ഞുങ്ങൾ അനാഥരായിട്ട് കിടക്കുകയാണ്, ഈ കുഞ്ഞുങ്ങളെ ദത്തെടുക്കണം, ഞങ്ങളുടെ മക്കളാക്കി എടുക്കണം. അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് പലരോടൊക്കെ ചോദിച്ച് അന്വേഷിച്ചു. അവർ അവസാനം, ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്: ഇന്ത്യൻ നിയമപ്രകാരം, വ്യവസ്ഥ പ്രകാരം, നിയമപരമായ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ആ കുഞ്ഞുങ്ങളെ വളർത്തി, ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ സ്റ്റൈലിലുള്ള 2 കുഞ്ഞുങ്ങളായി, 10ഉം 20ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളായി. അവർ തിരിച്ചവരുടെ അമ്മയെ അന്വേഷിച്ച് ഇവിടെ വന്നു എന്നാണ് ആർട്ടിക്കിളിൽ എനിക്ക് വായിക്കാൻ കഴിയും, കഥയിൽ. പക്ഷെ അമ്മ അപ്പോഴത്തേക്ക് മരിച്ചുപോയി. അത് ഒരു സംഭവ കഥയാണ്, അത് അവിടെ പോട്ടെ. പക്ഷെ ഇവിടെ നമ്മുടെ വിഷയം, ഈ കുഞ്ഞുങ്ങളെ അവർ ദത്തെടുത്തു. ദത്തെടുത്തിട്ട് എന്ത് ചെയ്തു? അവര് നല്ല നിലയിൽ വളർത്തി. പ്രായമുള്ള സായിപ്പും മദാമിയാണ്, കുഞ്ഞുങ്ങളില്ലാത്തവരാണ്. എന്നിട്ട് ആ സായിപ്പിൻ്റെയും ആ മദാമയുടെയും സർവ സ്വത്തുകൾ ഈ 2 കുഞ്ഞുങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുത്തു. യുഎസ്എയിലെ നിയമം അനുസരിച്ച് നിയമപരമായി എഴുത്തുകുത്തൊക്കെ നടത്തി 2 കുഞ്ഞുങ്ങളുടെ പേരിൽ. ഇപ്പോൾ അവരാരാ? 18ഉം 20ഉം വയസ്സുള്ള 2 നല്ല പെൺകുട്ടികൾ, നല്ല 2 യുവതികൾ. അവരാരാ? ഇപ്പോൾ അമേരിക്കയിലെ കോടീശ്വരത്തികളാണ് 2. അവരാരായിരുന്നു നേരത്തെ? ഒരു മെൻ്റൽ പേഷ്യൻ്റായ ഒരു സാധു, ഒരു 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 യാചക സ്ത്രീയുടെ 2 മക്കളായി കിടന്നവരെ ആ സായിപ്പും ആ മദാമയും കൂടി വന്ന് ദത്തെടുത്ത് നിയമപരമായി കൊണ്ടുപോയി അവരെ വളർത്തി. ആ സായിപ്പും മദാമയും മരിക്കുന്നതിന് മുമ്പ് എല്ലാ സ്വത്തും കൊടുത്ത് അവര് വളരെ ധനാഢ്യരായ 2 കുഞ്ഞുങ്ങളായി തീർന്നു. അമേരിക്കൻ പൗരത്വം അവർക്ക് കിട്ടി, അനേക സ്വത്തുകൾ അവർക്ക് കിട്ടി. മാത്രമല്ല, അവർ പഠിച്ച് കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരായി നല്ല ജോലിയിൽ പ്രവേശിച്ചു. ഇതിൻ്റെയൊക്കെ കാരണക്കാരാരാണ്? ആ സായിപ്പും മദാമയും അവരെ ദത്തെടുത്തു. അതുപോലെ പൗലോസ് എഫേസ്യ സഭയെ പഠിപ്പിക്കുകയാണ്, നിങ്ങളെ ദത്തെടുത്തു, നമ്മളെ ദത്തെടുത്തു, നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മളെ വീണ്ടെടുത്തു. ഈ സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. പാസ്റ്റർമാർക്ക് ഒട്ടും അറിയത്തില്ല, പാവങ്ങൾ. കാരണം അവർക്ക് ഇതൊന്നും അറിയത്തില്ല, അവർക്ക് ഇതൊന്നും അറിയാൻ വേണ്ട. ഞാൻ കുറ്റം പറയുകയല്ല. കാരണം 25 വർഷം ഒരു പെന്തക്കോസ്തുകാരനായിട്ട് നടന്നിട്ട് ഈ ലേഖനത്തിൻ്റെ ഒരു പീസ് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. 25 വർഷം ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായി, ചർച്ച് ബോർഡിൻ്റെ ഒരു വിശ്വാസിയായി, മുളക്കുടയിലുള്ളൊരു ചർച്ച് ബോർഡിൻ്റെ വിശ്വാസിയായി, അനേക പാസ്റ്റർമാരാൽ പ്രസംഗിച്ച് വചനങ്ങളൊക്കെ കേട്ട് വന്ന എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ലേഖനത്തിലുണ്ടെന്നും, ദൈവം എന്നെ തെരഞ്ഞെടുത്തുവെന്നും, ദൈവം എന്നെ ദത്തെടുത്തുവെന്നും, ദൈവം എന്നെ വീണ്ടെടുത്തുവെന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ആരും പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് പാസ്റ്റർമാരോട് വിഷമം, ദേഷ്യമല്ല, ദുഃഖമാണ് അവരെ ഓർക്കുമ്പോൾ. എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക, നിങ്ങളാൽ നടത്തപ്പെടുന്ന വിശ്വാസികളെ ഈ ദൈവവചനത്തിൻ്റെ മാർമിക സത്യങ്ങൾ പഠിപ്പിച്ച് അവരെ പ്രത്യാശ നിർഭരാക്കി ജീവിച്ച് അവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക. അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല നിങ്ങളുടെ ശുശ്രൂഷവും. ഹല്ലേലൂയ. ഈ വചനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം എന്താ? ഞാൻ ദത്തെടുക്കപ്പെട്ടവനായി മാറി, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനായി മാറി, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനായി മാറി. അതാണ് നമ്മൾ ചിന്തിച്ചത്. സ്തോത്രം. നമ്മെ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ ഒന്നാമത് പഠിച്ചു. രണ്ടാമത് എന്ത് ചെയ്തു?
എഫേസ്യർ 1:6 ദത്തെടുത്തു. ആരാ എന്നെ ദത്തെടുത്തത്? ഫ്രാൻസിസ് സൗര ആരാ ദത്തെടുത്തത്? യേശു ക്രിസ്തു. കറക്റ്റ്. അപ്പൊ യേശു ക്രിസ്തു ദത്തെടുത്തപ്പോൾ യേശു ക്രിസ്തുവിന് വല്ല സ്വത്ത് വല്ലതും ഉണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ പഠിച്ച് 1:1 വായിച്ചു നോക്കി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് വാക്യം പെട്ടെന്ന് വായിച്ചേ, പടപടയെന്ന് വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 1:1 വാക്യം. അതിലുണ്ടായിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഈ ലോകത്തുള്ള സകലതും കർത്താവായ യേശുക്രിസ്തു മൂലം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന പാസ്റ്റർമാരുണ്ടെങ്കിൽ ഇതൊന്നും, ഈ വാക്യം ഇവിടെ മനസ്സിലോട്ടൊന്ന് കയറട്ടെ. യേശു ആരാണ്? ഹല്ലേലൂയ. സകലത്തിന്റെയും സൃഷ്ടാവാണ്. ഈ ലോകത്തിൽ മുഴുവൻ കർത്താവിൻ്റെതാണ്. ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂതലോക നിവാസികളും യഹോവയ്ക്കുള്ളത്. അപ്പൊ ദത്തെടുത്ത കർത്താവ് ആരാ? വലിയ കോടീശ്വരനാണ്. ഈ ലോകം മുഴുവൻ കർത്താവിന്റെ വകയാ. ആ കർത്താവ് നമ്മളെ ദത്തെടുക്കുമ്പോൾ എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് എൻ്റെ വാക്കുകൾക്ക് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ അത് ചിന്തിച്ച് അതിനൊരു വ്യാഖ്യാനം കൊടുക്കേ. എന്നെ ദത്തെടുത്ത കർത്താവ് കർത്താവിൻ്റെതെല്ലാം എൻ്റേത് കൂടിയാണെന്ന് പറയുമ്പോൾ അതാ പറഞ്ഞ കർത്താവിൻ്റെ കൂട്ടവകാശം. ഒന്നുകൂടി വായിക്കാം. 3:6 വാക്യം. എഫേസ്യർ 3:6 പെട്ടെന്ന് വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളികൾ. യേശു ക്രിസ്തുവിന് കിട്ടിയ മതി. യേശു ക്രിസ്തുവിന് കിട്ടിയ കൂട്ടവകാശം, യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തത്തിൻ പങ്കാളികൾ നമ്മൾ, ഏക ശരീരസ്ഥർ. ഇതാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്നുള്ളത്. സ്വർഗത്തിലെ ദൈവം നമ്മെ ദത്തെടുത്തപ്പോൾ കർത്താവിന് എന്തൊക്കെ അവകാശമുണ്ടോ അതൊക്കെ നമുക്കുണ്ട്. നമ്മളിപ്പോ ദരിദ്രനാരായണനായിട്ട് കഴിയുക. ഹല്ലേലൂയ. എൻ്റെ ഭാഷ നിങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിന്റെ നിറവുകൾ അതെല്ലാ നിലയിലും കർത്താവിനുള്ളതൊക്കെ നമുക്കും കൂടി ഉള്ളതാണ്. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് നമ്മൾ. നമ്മൾ ഒരിക്കലും ഒരു ദരിദ്രനെ പോലെ ജീവിക്കേണ്ട. ഭൗതികമായ ചില നന്മകൾ കുറഞ്ഞിരുന്നാലും നമ്മൾ ആരാണ്? ആത്മീയ അനുഗ്രഹത്തിന്റെ കലവറകൾ നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് നമ്മൾ. ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്പൊ കർത്താവായ ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. 2 കൊരിന്ത്യരിൽ ഒരു വാക്യം. ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ കർത്താവ് നമ്മൾ മുഖാന്തരം എന്തായി തീർന്നു? ദരിദ്രനായി തീർന്നു. എന്തുകൊണ്ട് ദരിദ്രനായി? നാം ആത്മീക സമ്പത്ത് പ്രാപിക്കാൻ കർത്താവ് ഭൗതികമായി ദരിദ്രനായി. അതിനെപ്പെടുത്ത് തിരിച്ചു പറയുക. എന്താണ്? കർത്താവ് സമ്പന്നനായിരുന്നു, അതുകൊണ്ട് നമുക്ക് സമ്പന്നനാകാം. സമ്പന്നൻ, ധനവാൻ എന്നൊക്കെ പറയുക. എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ഉപദേശിമാർ പഠിപ്പിക്കും. എന്നാണ്ട് ആൾക്കാരുടെ സ്വോത്രരാജ്യം ദശാംശം അവിടെ വാരിക്കൂട്ടി അവർ സമ്പന്നന്മാരായിരുന്നിട്ട് അവർ പറയുന്നതാ, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇല്ല സഹോദര, ദൈവം നിന്നെ അനുഗ്രഹിച്ചില്ല. നീ തട്ടിച്ചെടുത്തതാ, നീ ചതിച്ചെടുത്തതാ, നീ വക്രിച്ചെടുത്തതാ, നീ വഞ്ചിച്ചെടുത്തതാ. നമ്മൾ ആത്മീക സമ്പത്ത് പ്രാപിക്കാനാണ് കർത്താവായ യേശുക്രിസ്തു ദരിദ്രനായിട്ട്. യേശുക്രിസ്തുവിനെ കർത്താവിനെ ഉണ്ണീശോയെ പ്രസവിക്കുമ്പോൾ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? എവിടെയാ പ്രസവിച്ചിട്ടത്? ബെത്ലഹേം എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ല. പുൽത്തൊട്ടിയിൽ പ്രസവിച്ചു. സ്ഥലമില്ലായികയാൽ വഴിയമ്പലത്തിൽ കണ്ടു. ശീലകൾ പൊതിഞ്ഞു. പുൽത്തൊട്ടി. എന്തുണ്ടായിരുന്നു? തുണിയൊക്കെ എന്തായിരുന്നു? നിങ്ങളുടെ കുഞ്ഞ് പ്രസവിക്കാൻ നേരത്ത് ഒരു കൊട്ട ഇവിടെ നിന്ന് ചുവന്നുകൊണ്ട് പോയില്ലേ തുണികളൊക്കെ? എത്ര മനോഹരമായ നില യേശു കർത്താവ് എങ്ങനെ കിടന്നേ? ആരെങ്കിലും കൊണ്ടു കൊടുത്തോ? ഒരു ദരിദ്രനായി പിറന്നു, അല്ലേ? ഒന്നുമില്ലാത്തവനായി പിറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇപ്പൊ കർത്താവിൻ്റെ ആ പിറവിയെക്കുറിച്ച് നമ്മൾ പുസ്തകത്തിലൂടെ പഠിക്കുമ്പോൾ, ഒരു സാധാരണ കുഞ്ഞായിട്ട് ജനിച്ചു, വലിയ പരിപാലനമൊന്നും ആരും കൊടുത്തില്ല. കാരണം നമുക്കറിയാം, പരിശുദ്ധാത്മാവിൽ മറിയ ഉദരത്തിൽ കർത്താവിനെ ഗർഭം ധരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഒരുമാതിരി ബന്ധുമിത്രാദികളെല്ലാം കണ്ടം വഴി ഓടിക്കാണും. കാരണം ഇതാ സംഭവം, ഇത് ശരിയായ ഒരു ഇതുപോലും അല്ലാന്നുണ്ട്. കാരണം നിന്ദിക്കപ്പെടുകയായിരുന്നു അവിടെ. കർത്താവ് നമുക്ക് വേണ്ടിയാണ് നിന്ദിക്കപ്പെട്ടത്, നമുക്ക് വേണ്ടിയാണ് ദാരിദ്ര്യനായത്, നമ്മളെ ആത്മീക സമ്പന്നനാക്കാനാണ്. ഹല്ലേലൂയ. ഈ മർമ്മം ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തിന് മനസ്സിലായിട്ടില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങൾ നമുക്ക് തരുന്നത്. നമ്മളെ ദത്തെടുത്തു, നമ്മളെ തെരഞ്ഞെടുത്തു. ലോകത്തിലെ എല്ലാ മനുഷ്യരിൽ നിന്നും നമ്മളെ തെരഞ്ഞെടുത്തു. എത്രയോ നല്ല നല്ല ആൾക്കാർ കിടപ്പുണ്ട് ഇവിടെ. ഞങ്ങൾ പണ്ട് കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. ഒരു ഉറുമ്പിനെ കണ്ടാൽ ആ ഉറുമ്പിനെ ചവിട്ടാതെ പോകുന്ന ഭക്തന്മാരുണ്ട്. അതാരാന്നറിയാമോ? ഈ ഹിന്ദിക്കാരുടെ, എനിക്ക് അവരുടെ വർഗം എനിക്കറിയില്ല, എനിക്ക് മറന്നുപോയി. സ്വത്രം. ഉറുമ്പിനെ ചവിട്ടത്തില്ല അവര്. ആ ചവിട്ടിയ പാവമാണെന്നാ ചിന്തിക്കുന്നത്. അത്ര മനസാക്ഷി നന്നായി സൂക്ഷിക്കുന്ന മനുഷ്യൻ. ആരെയും ഉപദ്രവിക്കരുത്, ആരെയും ദ്രോഹിക്കരുത്. ഒരു ഉറുമ്പാണെങ്കിൽ അത് പൊയ്ക്കോട്ടെ. സ്വത്രം 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 സ്വത്രം. എന്നാൽ ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഈ വചനത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. നമ്മളെ ദത്തെടുത്തു. ദത്തെടുത്തിട്ട് ആ ദത്തെടുത്ത വ്യക്തിത്വത്തിന്റെ സകല അവകാശങ്ങളും, അവരുടെ ദത്തെടുത്ത വ്യക്തിയുടെ സകല നന്മകൾക്കും നമ്മൾ കൂടി പങ്കാളിയാണെന്നുള്ള ഒരാത്മീക ബോധം ഇന്ന് പൽക്കാലം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ നിസ്സാരന്മാരായിരിക്കാം ചിലപ്പോൾ. ഹല്ലേലൂയ. പക്ഷേ എന്നെ കർത്താവ് ദത്തെടുത്തു, എന്നെ കർത്താവ് തെരഞ്ഞെടുത്തു. അനേക ഉന്നതന്മാര്, ശ്രേഷ്ഠന്മാര്, ഭക്തന്മാര്, അനേകം നല്ല ക്വാളിറ്റി ഉള്ളവര് ഈ ലോകത്തിൽ കിടക്കുന്നപ്പോൾ പാപം ചെയ്ത് പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്ന എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമ്മുടെ അവസ്ഥ എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. പെട്ടെന്ന് വായിച്ചു. ഈ ലോകത്തിന്റെ കാലം ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും. അപ്പൊ അനുസരണക്കേടിന്റെ ആത്മാവിലാണ് നമ്മൾ നടന്നത്. ഇപ്പോൾ വ്യാപരിക്കുന്ന അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായിരുന്ന നമ്മളെ തെരഞ്ഞെടുത്തു, ദത്തെടുത്തു. എന്നിട്ട് ആ ദത്തെടുത്ത ആ വ്യക്തിത്വത്തിന്റെ സകല അവകാശങ്ങളും നമുക്ക് തന്നിരിക്കുകയാണ്. പക്ഷെ അതൊരു കുഴപ്പം. അത് സ്പിരിച്വൽ ബ്ലെസ്സിങ് ആണ്, അത് ആത്മീകമാണ്. അത് ഭൗതികമല്ല. പാസ്റ്റർമാരത് പ്രസംഗിച്ച് അത് ഭൗതികമാക്കി വെച്ചിരിക്കുക. നമ്മൾ അതിനെ പൊളിച്ചു കളയുക എന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കഷ്ടത മാറ്റുന്നു, നിന്റെ കടം മാറുന്നു, നിന്റെ ബുദ്ധിമുട്ട് മാറുന്നു, നിന്റെ ഞെരുക്കം മാറുന്നു, നിന്റെ കുഞ്ഞുകുട്ടികൾ ജോലികൾ ലഭിക്കുന്നു, നിന്റെ വിദേശത്ത് വിസ വരുന്നു, അങ്ങനെ വരുന്നു. ചില നാളൊരു പാസ്റ്റർ പറയുക, അമ്മമ്മയെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവ് ഒരു ടിക്കറ്റുമായിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് കാണുക. അതിൻ്റെ അർത്ഥം എന്താ? വിസ വരിക, യാത്ര. സ്വർഗത്തിലേക്ക് പോകാനുള്ള വെളിപ്പാടൊന്നും പുള്ളി കിട്ടത്തില്ല. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വിസ വരുന്നതിനും വിദേശത്ത് പോകുന്നതിനും നമുക്ക് എതിരല്ലെന്നേ. എന്നാൽ ഈ പുള്ളി സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള ഉപദേശം ഒന്ന് പഠിപ്പിച്ചിട്ടാണ് ഇത് പറഞ്ഞെങ്കിൽ തിരക്കടില്ല. വെറും ഭൗതികം മാത്രം പ്രസംഗിച്ചു കൂട്ടുന്നവരുടെ നടുവിൽ ഇതാ ഒരു കർത്താവിന്റെ ദാസൻ നിന്നുകൊണ്ട് പറയുന്നു, സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, ദൈവം നമ്മെ ദത്തെടുത്തു, കർത്താവ് നമ്മെ ദത്തെടുത്തു. യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശം തരാനായിട്ട് നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്. നഷ്ടപ്പെടുത്തി കളയല്ലേ. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ച്. ഈ ദത്തെടുത്തപ്പോൾ തന്നെ നമുക്കെല്ലാം കിട്ടിയില്ല. അത് മനസ്സിലാക്കണം. നമ്മെ തെരഞ്ഞെടുത്തു, നമ്മെ ദത്തെടുത്തു, നമ്മെ വീണ്ടെടുത്തു. ഇനി കർത്താവിന്റെ പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ദൈവപ്രമാണം അനുസരിച്ച് ജീവിച്ച് നിത്യതയിൽ ചെന്ന് കഴിയുമ്പോൾ ഇതൊക്കെ കിട്ടുന്നത്. മനസ്സിലായി? ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇവിടെ ഓട്ടക്കളത്തില്ല. പൗലോസ് പറയുന്നു, ഞാൻ നല്ലപോലെ കൊടുത്ത് ഓട്ടക്കളത്തില്ല.
ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ് ഓടിക്കൊണ്ടിരിക്കുക. ആ ഭാഗം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം സ്തോത്രം സ്തോത്രം അതിൻ്റെ 12-ാമത്തെ വാക്യം. ലഭിച്ചു കഴിഞ്ഞു വന്നു, തികഞ്ഞവനായൊന്നുമല്ല, ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടർന്നുകൊണ്ടിരിക്കുക. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളത് മറന്ന് മുൻപ് വേണ്ടി ആഞ്ഞുകൊണ്ട് പരമരുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഓട്ടക്കളത്തിലാണ് നമ്മൾ. ദത്തെടുക്കപ്പെട്ട നമ്മൾ, തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ, വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഓട്ടക്കളത്തിലാണ്. അത് പ്രാപിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് ഓടി ഓടി റോമൻ സാമ്രാജ്യത്തിൻ്റെ വാള് തൻ്റെ കഴുത്തിൽ വീഴുന്നതിന് മുൻപ് തനിക്കൊരു പ്രത്യാശ കിട്ടി, തനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. ഞാൻ നല്ല പോലും ഓട്ടം തികച്ചു വിശ്വാസങ്ങൾ. ആ നിലവാരത്തിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ ജീവിക്കുന്നതിന് ക്രിസ്തു മരിക്കുന്ന ലാഭം. ആരെങ്കിലും പറയുമോ? വിട്ടുപിരിച്ച് ക്രിസ്തുവിനോട് ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് അത്യുത്തമോ? ആരെങ്കിലും പറയുമോ? ഇപ്പൊ ചത്തുപോകുമെന്ന് പറഞ്ഞാൽ തന്നെ ആ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അതോ കേട്ട് ജീവൻ അങ്ങ് പോകും പേടിച്ച്. പ്രിയമുള്ളവരെ, മരണഭീതി ഇല്ലാത്തൊരു വർഗമുണ്ടെങ്കിൽ അത് കർത്താവിനെ ഫോളോ ചെയ്യുന്ന ശിഷ്യന്മാർക്കുമാണ്. ഇന്ന് മരിച്ചാൽ നമ്മുടെ നിത്യത സ്വർഗത്തിലാണെന്നുള്ള ഉറപ്പുള്ളവർക്ക് എപ്പോൾ മരിച്ചാൽ എന്താ കഴിയും? എന്താ കുഴപ്പം? ഹല്ലേലൂയ, ഹല്ലേലൂയ.